നവമി, ഇന്നിപ്പോൾ ഒരു ശക്തമായ വാദപ്രതിവാദങ്ങൾക്കുള്ള സാധ്യതയായിരുന്നു നമ്മൾ കണ്ടത്. കാരണം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയ ഒരു പശ്ചാത്തലമുണ്ട്. അതോടൊപ്പം തന്നെ അറസ്റ്റ് പോലും തടയാൻ, അതായത് നോട്ട് ടു അറസ്റ്റ് ഹർജി കൊടുത്തപ്പോൾ പോലും അതും തള്ളിക്കളയുകയാണ് സെഷൻസ് കോടതി ചെയ്തത്. ഇവിടെ ഇത് പരിഗണിക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ ഹൈക്കോടതി അറസ്റ്റ് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് ഏത് തരത്തിലുള്ള നിരീക്ഷണത്തിന്റെ അല്ലെങ്കിൽ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നതിൽ ഇപ്പോൾ വ്യക്തതയുണ്ടോ നവമി? അഭിലാഷ്, 32ാമത്തെ ഐറ്റമായിട്ടായിരുന്നു ഇന്ന് ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹർജി പരിഗണിക്കേണ്ടിയിരുന്നത്. എന്നാൽ കോടതി കൂടിയ സമയത്ത് തന്നെ അഭിഭാഷകൻ രാജീവ് കോടതിയിൽ ആദ്യം തന്നെ ഇക്കാര്യം ഉന്നയിക്കുകയും ഈ ഒരു ഹർജി എത്രയും വേഗം പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ സമയത്താണ് കോടതി പറഞ്ഞത് ഇതിൽ വിശദമായിട്ടുള്ള ഒരു വാദം കേൾക്കേണ്ട സാഹചര്യമുണ്ട്, പെട്ടെന്ന് ഇതിലൊരു തീരുമാനമെടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദങ്ങൾ, അതിൽ പല കാര്യങ്ങളും കുറച്ച് ഗൗരവത്തോടുകൂടി തന്നെയാണ് നോക്കിക്കാണേണ്ടത്. ഇതിൽ സർക്കാരിന്റെ വാദം കേൾക്കണം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം കേൾക്കണം, പരാതിക്കാരിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കണം. അങ്ങനെ വിശദമായിട്ടുള്ള ഒരു വാദം നടക്കേണ്ട ആവശ്യമുണ്ട്. അതിനാൽ കോടതി തൽക്കാലം കൂടുതൽ വാദത്തിലേക്ക് പോകുന്നില്ല, അത് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അതിനാൽ തൽക്കാലം രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. പകരം 15-ാം തീയതി വിശദമായിട്ടുള്ള ഒരു വാദം കേട്ടതിന് ശേഷമായിരിക്കും ഇതിൽ തുടർ നടപടികൾ അല്ലെങ്കിൽ ഇതിനൊരു അന്തിമ തീരുമാനം ഉണ്ടാകുക എന്നായിരുന്നു കോടതി പറഞ്ഞത്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഹർജിയിൽ പറയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ എടുത്തു പറഞ്ഞത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നു ഇവർക്കിടയിൽ ഉണ്ടായിരുന്നതെന്നാണ്. ഇത് ഉന്നയിച്ചപ്പോൾ അഭിഭാഷകൻ ഇത് ഉന്നയിച്ചപ്പോൾ തന്നെ കോടതി പറഞ്ഞത് ഇത്തരമുള്ള കാര്യങ്ങൾ വിശദമായി പഠിക്കേണ്ടതുണ്ട്. രാഹുലിന്റെ ഹർജിയിൽ പല നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇതിലെ വിശദമായിട്ടുള്ള ഒരു വാദം കേൾക്കേണ്ടതുണ്ട്. അതിനാൽ തൽക്കാലം കോടതി ഇന്ന് വിശദമായിട്ടുള്ള ഒരു വാദം കേൾക്കുന്നില്ല. പകരം തൽക്കാലത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. 15-ാം തീയതി വരെയാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. 15-ാം തീയതി വിശദമായി വാദം കേൾക്കാം എന്നുകൂടി ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് അറിയിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസം എന്ന് പറഞ്ഞാൽ 10 ദിവസത്തോളമായി രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഒളിവിലാണ്. ആ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെയാണ് 15-ാം തീയതി വരെ ഉള്ളത്. അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. പക്ഷേ നേരത്തെ തന്നെ അഭിഭാഷകൻ ഉന്നയിച്ചിരുന്നത് ഈ നോട്ട് ടു അറസ്റ്റ് ഇപ്പോൾ അഡ്വക്കേറ്റ് എസ് രാജീവ് ചേരുന്നുണ്ട്. ശ്രീ രാജീവ്, ഇന്നിപ്പോൾ 32ാമത്തെ കേസായി ലിസ്റ്റ് ചെയ്തിരുന്നു. ഇത് ആദ്യം തന്നെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. സീനിയർ കൗൺസിലാണ് DGP വന്നിരുന്നു. DGPയുടെ ഉള്ളത് കൊണ്ടാണ് ആദ്യമായിട്ട് കേസ് വിളിച്ചത്. 32ാമത്തെ കേസിന് ഫ്രഷ് മാറ്റേഴ്സ് ആണ്. അത് ഇങ്ങനത്തെയുള്ള സബ്മിഷൻസിന് വേണ്ടിയുള്ളതാണ്. കോടതി പ്രിലിമിനറി ആർഗ്യുമെന്റ്സ് കേട്ടിട്ടാണ് തീരുമാനിച്ചത്. പ്രിലിമിനറി ആർഗ്യുമെന്റ്സ് കേട്ടു, DGPയുടെ ഒബ്ജക്ഷനും കേട്ടതിന് ശേഷം പറഞ്ഞു ഒരു പ്രതി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്സിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ആ കേസ് ഇൻഫ്രക്ച്വസ് ആവാൻ പാടില്ല. കേട്ട് നമുക്ക് തീരുമാനിക്കാം, കേൾക്കണമെങ്കിൽ കേൾക്കാം, അല്ല അടുത്ത ദിവസം കേൾക്കണമെങ്കിൽ കേൾക്കാം. അങ്ങനെയാണ് 15ന് അവർക്ക് സമയം വേണമെന്ന് പറഞ്ഞ് 15th വെച്ചിട്ടുണ്ട്. അതായത് ഈ പ്രാഥമികമായി തന്നെ കോടതി ഈ അറസ്റ്റ് തടയുക എന്നതിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? ഒരുപാട് കേസുകളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. ഈ കേസിലും അത് ചെയ്തു. അതായത് കോടതിയെ സംബന്ധിച്ച് ഇത് 11,000 കോടി ആളുകളിൽ ഒരാളാണ്. പ്രത്യേകതയൊന്നും ഇല്ലല്ലോ, അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. ഒഫൻസിനെ സംബന്ധിച്ചോ കക്ഷികളെ സംബന്ധിച്ചോ അറിയാലോ നിങ്ങൾക്ക്. കോടതിയെ സംബന്ധിച്ച് ആരാണെന്നുള്ളതില്ല. കോടതിയെ സംബന്ധിച്ച് ഒഫൻസ് ഫാക്ട് അത് നോക്കിയിട്ട് തീരുമാനിക്കാം, അല്ലാതെ ഇന്ന ആൾക്ക്. പക്ഷേ ഇതേ വാദം സെഷൻസ് കോടതി വിശദമായി കേട്ടതാണ്. അതിനുശേഷമല്ലേ ഇത് പറഞ്ഞിട്ട് കേട്ടില്ലേ സാറേ? കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്സിന്റെ മുമ്പിൽ റൈസ് ചെയ്തു. നമ്മളിപ്പോ 302 കേസ് താഴെ കോടതി ശിക്ഷിച്ച കേസുകൾ വിടാറില്ലേ? ഇവിടെ 50% കേസുകൾ വിടാറുണ്ട്, തെളിവ് നോക്കി വിടാറുണ്ട്. രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ, വളരെ വ്യത്യാസമുണ്ട്. അവിടെ അത് താങ്കൾ പറയുന്നത് വിചാരണ ഘട്ടത്തിലും ശിക്ഷിക്കപ്പെടുമ്പോഴുമല്ലേ? അല്ല ബെയിലൂടെ ഹൈക്കോടതി ജില്ലാ കോടതി തള്ളിയ ബെയിൽ ആപ്ലിക്കേഷൻ കൂടെ കൊടുക്കാറുണ്ട്. ഒരു 10-20 നോട്ട് അറസ്റ്റ് ഓർഡറെങ്കിലും കൊടുക്കാറുണ്ട്. അങ്ങനെ നല്ല കേസുകൾ സാറ് വായിച്ചു നോക്കിയിട്ട് വന്നിട്ട് ചെയ്യാറുണ്ട്. ചില കേസിൽ കൊടുക്കാറില്ല, ഹാബിച്വൽ ഒഫൻഡേഴ്സ് ഒക്കെ കൊടുക്കാറില്ല. അങ്ങനെയൊക്കെ ഉള്ളത് നോക്കിയിട്ട് തന്നെ ചെയ്യും. വളരെ 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 കെയർഫുൾ ആയിട്ടാണ് ചെയ്യും. ശരി, അവിടെ അഡ്വക്കേറ്റ് രാജീവ്, എൻ്റെ ഒരു സംശയം, അതായത് ഈ പ്രോസിക്യൂഷൻ കീഴ്ക്കോടതിയിൽ സെഷൻസ് കോടതിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന് ഈ ഇരയെ ഭയപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. സാക്ഷികാലത്തും എനിക്ക് അതൊരിക്കലും ഉണ്ടാവില്ലല്ലോ, ഒരു കാലത്തും പറയാൻ പറ്റില്ല. അത് അതിനകത്തുള്ള കണ്ടീഷനാണ്. അങ്ങനെ ചെയ്യാൻ പറ്റൂല, ഭയപ്പെടുത്തുകയില്ല, അതൊന്നും ചെയ്യില്ലല്ലോ, അങ്ങനെ ആരും ചെയ്യില്ല. അതല്ല എന്തെങ്കിലും ഉപാധി മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഉപാധികളൊക്കെ ഉണ്ടാവുമല്ലോ, സാധാരണ ഗതിയിലുള്ള ഉപാധികളൊക്കെ ഉണ്ടാവും. ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത് നാച്ചുറൽ ആണ്. അത് വിശദമായി വിധിയിലുണ്ടാകുമോ? ഉണ്ടാവുമല്ലോ.
ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണ് പറയുക. നിലവിൽ വാക്കാലുള്ള പരാമർശമാണ് അല്ലെ ഈ അറസ്റ്റ് തടയരുത് എന്നുള്ളത്? അല്ല, റിട്ടേൺ ഓർഡർ ആണ്. പറഞ്ഞാലും റിട്ടേൺ ഓർഡർ ആണ്, അത് ബാധകമാണ്. അതല്ലെങ്കിൽ ആ വാദം കേൾക്കുമ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്യും. എന്റെ ബാധ്യത കൂടുതലാണ്, പ്രതിയെ സംബന്ധിച്ച് ബാധ്യത കൂടുതലാണ്. ഇനി എന്താണ്, രാഹുൽ മാങ്കൂട്ടം ഉടനെ കീഴടങ്ങുമോ? അത് രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കണ്ടേ, എന്നോട് ചോദിച്ചറിയില്ല. എന്റെ അഡ്വൈസ് അല്ല, ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എന്താണ് ഇനിയുള്ള കാര്യം ഞാൻ പറഞ്ഞു. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം സെഷൻസ് കോടതിയിലെ പ്രോസിക്യൂഷന്റെ ഒരു വാദം ഈ പ്രതി സഹകരിക്കുന്നില്ല അന്വേഷണത്തോടെ എന്നുള്ളൊരു വാദം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി ആ വാദം അങ്ങനെ ഒരു വാദം ഉണ്ടായില്ല, അങ്ങനെ ഒരു വാദം പറഞ്ഞിട്ടില്ല. അവര് നമ്മളോട് നോട്ടീസ് തന്നിട്ട് അപ്പിയർ ചെയ്യാൻ പറഞ്ഞെങ്കിൽ നമ്മൾ അപ്പിയർ ചെയ്യുന്നത്. അത് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. നമ്മുടെ ഭാഗം കേൾക്കാണ്ട് വൺ സൈഡഡ് ആയിട്ട് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ് കുഴപ്പമുണ്ടാവുന്നത്. അതായത് പ്രതിയോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഇപ്പോഴും അന്വേഷണ സംഘം? ഇല്ല, അങ്ങനെയല്ലല്ലോ പറഞ്ഞിട്ടില്ല. പ്രോസിക്യൂഷൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളോട് വന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞു. ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. എന്തായാലും മുൻകൂർ ജാമ്യം ലഭിക്കുമെന്നാണോ പ്രതീക്ഷ? അങ്ങനെ പറയണേ, കോടതിയല്ലേ കേസ് വാദം കേട്ടതിന് ശേഷം മാത്രമേ തീരുമാനിക്കൂ. താങ്കൾ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അഭിഭാഷകൻ എന്നുള്ള നിലയിലാണ് ഞാൻ പറയും. അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് കേസ് വിശദമായിട്ട് വാദം കേട്ട് രണ്ടുപേരുടെയും വാദം കേൾക്കും. അതിനകത്ത് ആര് പറയുന്നതാണ് ന്യായം നോക്കും, അതനുസരിച്ച് കോടതി. ഇതാണ് താങ്കളുടെ പ്രതികരണം. അതായത് ഇപ്പോൾ നിലവിൽ ഒരു പ്രതിക്കാണ് എങ്കിൽ പോലും ഉയരുന്ന ആക്ഷേപങ്ങളുടെ പശ്ചാത്തലത്തിൽ, പരാതിയുടെ പശ്ചാത്തലത്തിലുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രിയ പ്രേക്ഷകരെ, അത് തന്നെയാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ന്യൂസ് 18 കഴിഞ്ഞ ദിവസങ്ങളിലും ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്ന കാര്യം എന്നത് ഒരു FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഇരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്, ഒപ്പം പ്രാഥമികമായ ചില വിവരശേഖരണവുമാണ് നടത്താൻ സാധിക്കുക. ആ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് ഈ ആരോപണങ്ങൾ ശരിയാണോ എന്നത് സംബന്ധിച്ച വ്യക്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. കോടതിയെ സംബന്ധിച്ചിടത്തോളം നീതി എന്നതിനപ്പുറത്ത് നിയമപരമായ വകുപ്പുകൾ ചുമത്തുമ്പോൾ ആ വകുപ്പുകൾ നിലനിൽക്കുന്ന കുറ്റകൃത്യങ്ങൾ തെളിയിക്കാൻ ഈ അന്വേഷണ സംഘത്തിന് സാധിക്കുമോ, അതിനനുസരിച്ച് മാത്രമേ ഒരു പ്രതിക്ക് ശിക്ഷ ലഭിക്കാറുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ നീതിപീഠം എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോഴും ആ നീതി ഉറപ്പാക്കപ്പെടുന്നത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും അതിന് ഉപോത്ബലമാകുന്ന തെളിവുകൾ സമർപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലും മാത്രമാണ്. ഇവിടെ ഇതാ യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒരു MLA ആണ്. അവിടെ അഡ്വക്കേറ്റ് സുരേഷ് പറഞ്ഞത് വളരെ ഗൗരവമുള്ള ഒന്നാണ്. ഇതുവരെയും MLAയോട് ഈ കേസുമായി ബന്ധപ്പെട്ട് സമീപിക്കാനോ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന ഒരു പുതിയ വിവരം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഒളിവിലല്ല, അതായത് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയേനെ എന്നാണ്. അതിന് ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം നമ്മളിപ്പോഴും വാർത്ത കൊടുക്കുന്നത് തീർച്ചയായും എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. നവമി ദിനേശ വീണ്ടും തുടരുകയാണ്. നവമി, പ്രാഥമികമായി എന്താണ് കോടതിയിൽ നടന്നത് എന്നതിൻ്റെ ഒരു സംഗ്രഹം ആണ് നേരത്തെ അഭിഭാഷകൻ സൂചിപ്പിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴും മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ എന്താകും തീരുമാനമെന്നതിൽ വ്യക്തതയില്ല. ഒപ്പം രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങുമോ എന്ന ചോദ്യത്തിന് അത് രാഹുൽ മാങ്കൂട്ടമല്ലേ തീരുമാനിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്.